ഹരിത, എല്ലാവരും അവിടെ പാട്ടും ബഹളമായിട്ട് സന്തോഷിക്കുമ്പോൾ നീ ഇവിടെ ഒറ്റയ്ക്ക് വന്നിരിക്കുക. നാളെ ഓരോരുത്തരായിട്ട് പിരിഞ്ഞു പോകേണ്ടതല്ലേ? നീ മാത്രം ഒന്നിലും കൂടാതെ. പരീക്ഷയും ശരിക്കും എഴുതിയില്ല എന്ന് പറയുന്ന കേട്ടു. മിസ്സിനറിയില്ല എൻ്റെ അവസ്ഥ. ഞാൻ ആകെ തകർന്നുപോയി. ഏതാണ് ശരി, ഏതാണ് തെറ്റ് എനിക്കറിയില്ല. ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്യണമെന്ന് വിചാരിക്കരുത്. രണ്ടും ശരിയായിക്കൂടെ? എന്നുവെച്ചാൽ ഡോക്ടർ ഹരികുമാര മേനോന്റെ മകൾ തന്നെയാണ് ഹരിത. അല്ലാന്ന് ആർക്കും പറയാൻ പറ്റില്ല. പക്ഷേ ജനിച്ചത് ചന്ദ്രദാസിന്റെ. ഞാനത് വിശ്വസിക്കില്ല. ചന്ദ്രദാസിനെ പോലെ ഒരാൾക്ക് ഒരു നുണക്കഥ പറഞ്ഞുണ്ടാക്കിയിട്ട് എന്ത് നേടാനാ? കുട്ടിയൊന്ന് കാണാൻ മേട്ടന്റെ എന്റെയൊക്കെ മുന്നിൽ ഒരു യാചകനെ പോലെ നിന്നിട്ടുണ്ട് ആ മനുഷ്യൻ. എന്തിനു? എന്ത് നേടാൻ? പണത്തിനോ അല്ലെങ്കിൽ പ്രശസ്തിക്കോ? എനിക്കറിയില്ല. ഹരിത, കരയല്ലോ കുട്ടി. ദാ നോക്ക്, നിന്നെ കരയിപ്പിക്കാനോ ചന്ദ്രദാസിന് വേണ്ടി വാദിക്കാനോ അല്ല മിസ് പറഞ്ഞത്. കുറച്ചു മുമ്പ് KK നായർ എന്നെ ഫോണിൽ വിളിച്ചിരുന്നു. ചന്ദ്രദാസ് ആകെ ദുഃഖിതനാണ്. അദ്ദേഹം കൽക്കത്തയ്ക്ക് തിരിച്ചു പോകാനുള്ള തീരുമാനത്തിലാണ്. ഇന്നോ നാളെ പോകുന്നതിന് മുൻപ് ഹരിതയെ ഒന്ന് കാണാൻ ആഗ്രഹമുണ്ട്. കഴിയുമെങ്കിൽ കുട്ടിയൊന്ന് കൊണ്ടുചെല്ലാൻ പറഞ്ഞു. ഞാൻ നിർബന്ധിക്കില്ല. ഹരിതയുടെ ഇഷ്ടം.